ഡെയിലി റുട്ടീൻസ് ഓഫ് എ ഡയറക്ട് സെല്ലിംഗ് സീരീസിന്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വിഷയം ഇതാണ്: വാട്സപ്പ് ഓർ കോളിംഗ് സിസ്റ്റം. എന്താണ് വാട്സപ്പ് ഓർ കോളിംഗ് സിസ്റ്റം? നമ്മുടെ ഒരു ഡയറക്ട് സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലറിന്റെ ഒരു ബിസിനസ് പാത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. ഈ മൊബൈൽ ഫോണിൽ തന്നെയാണ് നമ്മൾക്കുള്ള വാട്സപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കോളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളുടെ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത്, അവരോട് ചാറ്റ് ചെയ്യുന്നത്, അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം തന്നെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചിട്ടാണ്. നമ്മൾ ഫിസിക്കലായി നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം പിന്നീട് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മൊബൈൽ ഫോണിലൂടെയാണ്, നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് വാട്സപ്പ് എന്നുള്ളത്. വാട്സപ്പിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മൾ കണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള രീതിയിൽ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിഞ്ഞൊരു ടോപ്പിക്കിലും കൂടെ ഇത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. അത് സോഷ്യൽ മീഡിയ നോക്കുന്നതായിക്കോട്ടെ, കാര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സമയം മൊബൈൽ ഫോണിൽ കാണേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇനിയത്തെ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ പലരും അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട സമയത്താണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വാട്സപ്പ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ആളുകളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിലോ പല പേജുകളിലോ പോസ്റ്ററായിട്ടോ വീഡിയോകളായിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് വരുന്നതിനെ ഒരു ഗ്രൂപ്പിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതാവുമ്പോൾ പബ്ലിക് എന്നുള്ള ഒരുപാട് ആളുകളെ നമുക്ക് വൺ ടു വൺ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷം പിന്നീട് അവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. കുറച്ച് കോൺടാക്ട് മിസ് ചെയ്ത് പോയേക്കാം, എന്നിരുന്നാൽ പോലും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത്. ഈ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ നേരിട്ട് പോയിട്ട് കണ്ട, നമ്മളോ നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ടോ കണ്ടിരിക്കുന്ന ആളുകളെ ഒരു പ്രധാനപ്പെട്ട ലീഡർ അല്ലെങ്കിൽ അതാത് ടീമിനെ മെയിൻ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. എന്താ ബ്രോഡ്കാസ്റ്റ്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ അയച്ചു കൊടുക്കുന്നു, അത് എല്ലാവരിലേക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്തുന്നു. റിപ്ലൈ കാര്യങ്ങൾ വരുമ്പോൾ ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ അവരൊരു ഗ്രൂപ്പിൽ ഇല്ല, പകരം എന്താണ് ഇൻഡിവിജ്വൽ മെസ്സേജസ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇതാണ് ബ്രോഡ്കാസ്റ്റ്. അപ്പൊ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വർഷങ്ങൾക്ക് ബാക്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ അതിന്റെ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടും കൂടെ ക്രമീകരിക്കുക. ഈ ബ്രോഡ്കാസ്റ്റ് നമ്മൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പിനെ ഫോളോ അപ്പ് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ വാട്സപ്പിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. പലപ്പോഴായിട്ട് കണ്ടുവരുന്ന കാര്യം, വാട്സപ്പിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാലൊക്കെ അതിന് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കുക, അല്ലെങ്കിൽ അത് കണ്ടിട്ട് സീൻ ചെയ്തിട്ട് നമ്മൾ വേറെ തിരക്കിൽ ബിസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നെവർ മൈൻഡ് ആക്കിയിട്ടോ വിടുക. അപ്പൊ പല രീതിയിലെ പ്രോസ്പെക്റ്റും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് മാറിപ്പോകുന്നുണ്ട്. നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മുടെ ബിസിനസ്സിന് എന്താ വേണ്ടത്? ഒരു പ്രോസ്പെക്ട് കൃത്യമായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാക്സിമം നമുക്ക് എന്തൊക്കെ ഡിലേ പറഞ്ഞു കഴിഞ്ഞാലും ഒരു 1 to 2 hours നമ്മൾ അവൈലബിൾ ആയിരിക്കണം വാട്സപ്പിൽ. ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് ചെക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ഏതൊരു ഡയറക്ട് സെല്ലേഴ്സും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാട്സപ്പ് മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത്, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ മെസ്സേജസ് കാര്യങ്ങളൊക്കെ തന്നെ മെസ്സേജിന്റെ ടോട്ടൽ കാറ്റഗറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെയുള്ള മറ്റൊരു കാര്യമാണ് വാട്സപ്പ് സ്റ്റാറ്റസ് എന്നുള്ളത്. നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തുക. സ്റ്റാറ്റസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു കോണ്ടന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം, നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ മാറ്റിയിടേണ്ടതാണ്, കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതാണ്. മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരു ഭാഗത്ത് രണ്ടാമതായിട്ട് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോൾ എന്ന് പറയുന്ന സമയത്ത് 2 കാര്യമുണ്ട്. നമ്മൾ ഒരു കോൾ അങ്ങോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ബിസി ഷെഡ്യൂളിലേക്ക് നമ്മൾ നീങ്ങി, അപ്പൊ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്. നമ്മൾ ആ ക്ലയന്റിനോട് സംസാരിക്കണം. ആ ക്ലയന്റിന്റെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടാണ് കോൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് പലപ്പോഴും പല ആളുകളും ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങടേക്ക് വിളിക്കുന്നതോ നമ്മൾ അപ്പോൾ അത് കണ്ടില്ല. പക്ഷെ നമ്മൾക്ക് കോൾ വന്നത് നമ്മുടെ ലിസ്റ്റിൽ അവിടെ കാണാനുണ്ട്. പക്ഷെ നമ്മൾ അവരെ തിരിച്ച് വിളിക്കുന്നില്ല. ഒരാൾ നമ്മളെ വിളിച്ചു എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ അപ്ലൈൻ ലീഡർ നിങ്ങളെ വിളിച്ചതായിരിക്കാം, നമ്മൾ കണ്ട കസ്റ്റമർ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മളോട് വിളിച്ചതായിരിക്കും. അപ്പൊ നമ്മൾ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് എന്താണ്, ഇവൻ ഒരു ലേസി മൈൻഡഡ് ആണ്, ഇവന്റെ കൂടെ ബിസിനസ്സിൽ നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല, ഇപ്പോഴേ ഇങ്ങനെ പിന്നെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള ചിന്ത പ്രോസ്പെക്റ്റിന്റെ ഉള്ളിലാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ ലീഡറിന്റെ മുമ്പിലാണെങ്കിലും ഒരു മതിപ്പ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് വന്നൊരു കോളിനെ പ്രോപ്പർ ആയിട്ട് തിരിച്ചു വിളിക്കുക, കാര്യങ്ങൾ ചെയ്യുക, കോൾ അങ്ങോട്ടേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് നമ്മൾ സെൽഫായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വിളിക്കുക. ഇതൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യേണ്ട കാര്യമാണ്, ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കി എടുക്കേണ്ടതാണ്. പ്രോസ്പെക്ടിങ്ങിന്റെ ഭാഗമായിട്ട് അത് ഏത് രീതിയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വന്ന എൻക്വയറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ടീംമേറ്റ്സ് നമുക്ക് തന്ന അർജന്റ് ആയിട്ട് തന്നിരിക്കുന്ന നമ്പർ ആയിക്കോട്ടെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് പ്രോസ്പെക്ടിങ് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ വേണം. ഇന്ന കാര്യങ്ങളാണ് പറയേണ്ടത്, ഇന്ന രീതിയിലാണ് കൺവിൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ രീതിയിലേക്കായിരിക്കാം കാര്യങ്ങൾ. ആ പ്രോസ്പെക്റ്റിനെ കുറിച്ചിട്ട് മുമ്പേ നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം, നമ്മുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടോ അല്ലാതെ. അപ്പൊ ആ ഒരു ഐഡിയയിലാണ് നമ്മൾ പ്രോസ്പെക്ടിങ് കോൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യമാണ് ഫോളോപ്പിംഗ് കോൾ. ഫോളോപ്പിംഗ് കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിനെ ഫോളോപ്പിന്റെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും വിളിക്കുക, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഫോളോപ്പിംഗ് കോളിൽ വരുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോളോപ്പിംഗ് കോള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോസ്പെക്ടിംഗ് കോൾ ആദ്യം ചെയ്യുന്നു, പിന്നീട് ഫോളോപ്പിംഗ് കോളും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അപ്പൊ ഇവിടെയും കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, കോള് ഡീൽ ചെയ്യുക. എനിവേ കോൾ എന്തെങ്കിലും രീതിയിൽ കട്ടായിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് വരിക, വാട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ തന്നെ അയക്കുക. ആ രീതിയിൽ നമ്മൾക്ക് ഉള്ള ടൂൾസ് എന്താണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം, നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആരുമായിട്ടും ആയിക്കോട്ടെ, എന്തിന്റെ പേരിലായിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വാട്സപ്പിലൂടെയാണ്, കോളിംഗ് സിസ്റ്റത്തിലൂടെയാണ്, സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകൾ, കോളിംഗ് സിസ്റ്റം, ഇതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡെയിലി ബേസിസിൽ ഹാൻഡിൽ ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക.